വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് യുവർ ടീച്ചർ പ്രോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോണത് കൂളന്റ് വേഴ്സസ് വാട്ടറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തണ്ണി ഊത്തല്ലേ തമ്പി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കൊണ്ടുപോയി കൂളന്റിന് പകരം വെള്ളം കൊണ്ടുപോയി ഒഴിക്കും റേഡിയേറ്ററിൽ. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ള വെള്ളം. പക്ഷേ ഈ വെള്ളത്തിന് ആകെയുള്ള കോമ്പൗണ്ട് 2 ഹൈഡ്രജൻ മോളിക്കൂളും ഓക്സിജൻ മോളിക്കൂളും മാത്രമേ. അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പിന്നെയും കൊണ്ടുപോയിട്ട് റേഡിയേറ്ററിൽ കൊണ്ട് ഒഴിക്കും. നിങ്ങൾ റേഡിയേറ്ററിൽ വെള്ളം കൊണ്ട് ഒഴിച്ച എക്സ്പാൻഷൻ ടാങ്കിൽ കൊണ്ട് ഒഴിച്ച ഡയറക്റ്റ് വാട്ടർ പമ്പിൽ കയറും. വാട്ടർ പമ്പ് അത് സർക്കുലേറ്റ് ചെയ്തിട്ട് നേരെ പൈപ്പ് ലൈൻസിലൂടെ സർക്കുലേറ്റ് ചെയ്തിട്ട് എഞ്ചിന്റെ ഹെഡിൽ ജാക്കറ്റ്സ് ഉണ്ട്. ഈ ജാക്കറ്റ്സിൽ കൂടെ ഒക്കെ വെള്ളം ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് നേരെ പൈപ്പിൽ കൂടെ പിന്നെയും പാസ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, തെർമോസ്റ്റാറ്റ് ഉണ്ട്. തെർമോസ്റ്റാറ്റ് ഇപ്പൊ ഹീറ്റ് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നേരെ പിന്നെ ബൈപ്പാസ് ചെയ്തിട്ട് സിലിണ്ടർ ഹെഡിന്റെ ജാക്കറ്റിൽ കൂടെ പിന്നെ പാസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ റേഡിയേറ്റർ ഫിൻസിൽ കൂടെ പാസ് ചെയ്യും. റേഡിയേറ്റർ ഫിൻസ് 100-ലും 200-ലും കൂടുതൽ ഫിൻസ്, ചെറിയ ചെറിയ ഫിൻസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പൊ ഫിൻസിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ പയ്യെ പാസ് ചെയ്ത് തുടങ്ങും. പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഈ വെള്ളം ഈ കുറെ നാൾ കഴിയുമ്പോൾ ഈ തുരുമ്പുണ്ടാക്കും അതിൻ്റെ ഉള്ളിൽ. ഫിൻസിൽ ചെറിയ ചെറിയ ഫിൻസിൽ പൈപ്പ് ലൈൻസ് ഒക്കെ അലൂമിനിയം അയോൺ കൊണ്ടൊക്കെ ഉണ്ടാക്കും. അലോയ് ആണെങ്കിൽ പോലും തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത സിലിണ്ടർ ഹെഡിന്റെ പാർട്സിൽ, ജാക്കറ്റ്സിലെല്ലാം. അപ്പൊ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഫിൻസ് ഒക്കെ ബ്ലോക്ക് ആവുകയും ചെയ്യും, അല്ലെങ്കിൽ പൈപ്പ് ലൈൻസ് ബ്ലോക്ക് ആവുകയും ചെയ്യും. അത് വന്ന റേഡിയേറ്റർ മാറ്റേണ്ടി വരും. പിന്നെ കറക്റ്റ് ആയിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാം. സിലിണ്ടർ ഹെഡിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, എഞ്ചിന് വിയർ ആൻഡ് ടിയർ ഉണ്ടാവും അല്ലെ, എല്ലാവർക്കും അറിയാം. അപ്പോൾ എഞ്ചിന്റെ വിയർ ആൻഡ് ടിയർ ഉണ്ടായി കഴിഞ്ഞാൽ എഞ്ചിന്റെ ലൈഫ് കുറയും, എഞ്ചിന്റെ കമ്പോണൻസ് ഒക്കെ നശിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് പോകാൻ സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും പിന്നെ വെള്ളം ഒഴിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂളന്റ്, മാനുഫാക്ചേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ കൂളന്റ്. അപ്പൊ ഈ കൂളന്റിൽ എന്തൊക്കെ കമ്പോണൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. അതൊരു പരിധി വരെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴിക്കൽ നിർത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കൂളന്റിൽ എന്തൊക്കെ കമ്പോണൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കൂളന്റിൽ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എഥിലീൻ ഗ്ലൈക്കോൾ ഒരു മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. എഥിലീൻ ഗ്ലൈക്കോൾ. പിന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഉണ്ടെന്ന്, വാട്ടർ കണ്ടന്റ് ഉണ്ട്. അത് കൂടാണ്ട് തന്നെ അഡിക്റ്റീവ്സും ചേരാനുണ്ട്. ഈ 3 കമ്പോണൻസ് ആണ് മിക്സ് ചെയ്യുമ്പോൾ, ഈ 3 കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കൂളന്റ് കിട്ടും. അപ്പോൾ എഥിലീൻ ഗ്ലൈക്കോളിന്റെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. എഥിലീൻ ഗ്ലൈക്കോൾ മേജർ കമ്പോണന്റ് ആണെന്ന് പറഞ്ഞു. അത് ആന്റി ഫ്രീസിങ് ഏജന്റ് ആണ്. അപ്പോൾ എഥിലീൻ ഗ്ലൈക്കോളിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അത് ഫ്രീസിങ് പോയിന്റ് ലോ ചെയ്ത് വെക്കുകയും ചെയ്യും, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ വെള്ളത്തിന്റെ ഫ്രീസിങ് പോയിന്റ് എത്ര, -1 0 ഡിഗ്രിയൊക്കെയാണ് നമ്മുടെ വെള്ളത്തിന്റെ ഫ്രീസിങ് പോയിന്റ്. അപ്പോൾ ഈ -1 0 ഡിഗ്രിയൊക്കെ എത്തുമ്പോഴേക്കും വെള്ളം ഫ്രീസ് ആയി പോകും. പക്ഷെ നമ്മുടെ കൂളന്റിന്റെ ഫ്രീസിങ് പോയിന്റ് -10 -20 വരെയാണ്. അപ്പോൾ ഈ -20 -10 എത്തിയാൽ മാത്രമേ കൂളന്റ് ഫ്രീസ് ആവുള്ളൂ. പക്ഷെ വെള്ളം അതിന് മുന്നേ ഫ്രീസ് ആവും. അപ്പോൾ തണുത്ത ഏരിയ, ഈ ഭയങ്കര തണുപ്പുള്ള ഏരിയയിലൊക്കെ -1 ഡിഗ്രിയിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം ഫ്രീസ് ആയി പോകും റേഡിയേറ്ററിൽ. പക്ഷെ കൂളന്റ് അങ്ങനെ ഫ്രീസ് ആവില്ല. പിന്നെ ബോയിലിംഗ് പോയിന്റിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂളന്റിന്റെ എഥിലീൻ ഗ്ലൈക്കോള് ഏകദേശം 250-300 ഡിഗ്രി വരെ ബോയിലിംഗ് പോയിന്റ് ഉണ്ട് കൂളന്റിന്. പക്ഷെ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തന്നെ വേപ്പറായി പോകും, എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു 5000 RPM നിങ്ങൾ കണ്ടിന്യൂസ് ഓടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം എന്ത് ചെയ്യുക, വേപ്പറായി പോകും. എന്തായാലും 100 ഡിഗ്രി മുകളിലേക്ക് എഞ്ചിൻ ഹീറ്റ് ഉണ്ടാവും, അബ്സോർബ് ചെയ്തിട്ട് നേരെ വേപ്പറായി പോകും. പക്ഷെ കൂളന്റ് അങ്ങനെയല്ല. 350 ഡിഗ്രി അല്ലെങ്കിൽ 400 ഡിഗ്രി വരെ കൂളന്റിന് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. അപ്പൊ ആ ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ അത് വേപ്പറായിട്ട് പോവുള്ളൂ. അപ്പൊ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യാൻ കൂളന്റിന് സാധിക്കും. അപ്പൊ ഇതാണ് ഗ്ലൈക്കോൾ അല്ലെങ്കിൽ എഥിലീൻ ഗ്ലൈക്കോളിന്റെ ഡ്യൂട്ടീസ്. പിന്നെ അതിനകത്ത് ഒരു വാട്ടർ ഉണ്ട്. അപ്പൊ വാട്ടർ എന്ന് പറഞ്ഞാൽ അത് ക്രൂഷ്യൽ കമ്പോണന്റ് ആണ് വാട്ടർ. വാട്ടർ എന്തിനാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ഈ പറഞ്ഞ വെള്ളം സഹായിക്കും. വെള്ളത്തിൽ ഷുഗർ ഇട്ടിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ ഡൈല്യൂട്ട് ചെയ്യാൻ ആര് സഹായിക്കും, വെള്ളം സഹായിക്കും. അത് കൂടാണ്ട് തന്നെ വെള്ളത്തിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കും. അതായത് ബൈ കൺവെൻഷൻ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം വെള്ളത്തിൽ. അപ്പോൾ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കും, വെള്ളം സഹായിക്കും. വെള്ളത്തിന് ഈ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ കൂളന്റിന് വെള്ളത്തിന്. അപ്പൊ 2 കാര്യങ്ങൾ പഠിച്ചു നമ്മൾ. എഥിലീൻ ഗ്ലൈക്കോൾ പഠിച്ചു, അത് കൂടാണ്ട് തന്നെ
എഥിലീൻ ഗ്ലൈക്കോളിന്റെ പ്രോപ്പർട്ടി പഠിച്ചു. അത് കൂടാണ്ട് തന്നെ വാട്ടറിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഒരു പ്രോപ്പർട്ടി ഉണ്ട് അഡിക്റ്റീവ്സ്. അഡിക്റ്റീവ്സ് ഈ കൂളന്റിൽ ചേർക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂളന്റിന് എപ്പോഴും വെള്ളത്തിനേക്കാളും ലൈഫ് സ്പാൻ കൂടുതലായിരിക്കും. അപ്പൊ ലൈഫ് സ്പാൻ കൂടാൻ വേണ്ടിയാണ് ഈ അഡിക്റ്റീവ്സ് കൂളന്റിൽ ചേർക്കുന്നത്. അത് കൂടാണ്ട് തന്നെ എഞ്ചിൻ കമ്പോണൻസിനെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഈ അഡിക്റ്റീവ്സ് കൂളന്റിൽ ചേർക്കണം. അഡിക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു അഡിക്റ്റീവ്സ് ഉണ്ട്. ആ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് നിങ്ങൾക്കറിയാം തുരുമ്പിടിക്കും എന്നുള്ളത്. അപ്പൊ ഈ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് കൂളന്റിലെ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പിടിക്കാണ്ടിരിക്കാൻ സഹായിക്കും. എഞ്ചിൻ കമ്പോണൻസിലും പൈപ്സിലൊക്കെ തുരുമ്പിടിക്കാണ്ടിരിക്കാൻ സഹായിക്കും. മെയിൻലി അലൂമിനിയം അയൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ തുരുമ്പിടിക്കാണ്ടിരിക്കാനാണ് ഈ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് സഹായിക്കണം. പിന്നെ രണ്ടാമത്തെ ലൂബ്രിക്കൻസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പോണൻസിൽ ലൂബ്രിക്കന്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാട്ടർ പമ്പൊക്കെ റൊട്ടേറ്റിംഗ് മെക്കാനിസം ആണ്. അപ്പൊ ഇതൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അതർ കമ്പോണൻസ് ഉണ്ട്, എഞ്ചിന്റെ മേജർ കമ്പോണൻസ് ഒക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ഈ കൂളന്റിലെ ലൂബ്രിക്കൻസ് സഹായിക്കും. മൂന്നാമതായിട്ട് pH ബഫേഴ്സ് എന്ന് പറയും. pH ബഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിന്റെ pH, അത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ് pH എന്ന് പറയാം. വെള്ളത്തിന്റെ pH 7 ആണ്, ന്യൂട്രലാണ്. അപ്പോൾ 7ൽ നിന്ന് താഴ്ന്നു കഴിഞ്ഞാൽ അസിഡിക് ആയി കഴിഞ്ഞാൽ നമുക്ക് കൊറോഷൻ ഉണ്ടാകും. അതിനകത്ത് തുരുമ്പിടിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഈ വെള്ളത്തിന് കണ്ടിന്യൂസ് ആയിട്ട് 7 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല. അപ്പൊ നമ്മൾ ഇത് സർക്കുലേറ്റ് ചെയ്യും തോറും വെള്ളത്തിന്റെ pH താഴ്ന്നു വരും. പക്ഷെ കൂളന്റ് അങ്ങനെയല്ല, pH ബഫേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ pH ലെവല് 8 to 8.5 കണ്ടിന്യൂസ് ആയിട്ട് അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് pH ബഫേഴ്സ്. നാലാമതായിട്ട് അതിനകത്ത് ആന്റി ഫോമിങ് ഏജൻസ് എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ആണ്, ആന്റി ഫോമിങ് ഏജൻസ്. ഈ വെള്ളം സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫോം കണ്ടിന്യൂസ് ആയിട്ട് 5000 RPM 6000 RPM നിങ്ങൾ എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്ത് റേഡിയേറ്റർ ഈ വെള്ളമോട് നിങ്ങൾ ഒഴിക്കണമെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യുമ്പോൾ ഫോം വരാൻ സാധ്യതയുണ്ട് വെള്ളത്തിന്റെ. ആ ഫോമിനൊരു കുഴപ്പമുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല, ഹീറ്റ് അബ്സോർബ് ചെയ്യില്ല, അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എഞ്ചിന്റെ ഹീറ്റ് കൂടും, പിന്നെ വെയർ ആൻഡ് ടിയർ കൂടും. പക്ഷെ നമ്മൾ കൂളന്റിലെ ആന്റി ഫോമിങ് ഏജൻസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൂളന്റിൽ ഫോം വരാണ്ട് തടയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എഞ്ചിന് ഹീറ്റ് കറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ലാസ്റ്റ് ഏജൻസ് ആണ് ഡൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ പല കളറിലുള്ള കൂളൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഫ്ലോറസെന്റ് ഗ്രീൻ അല്ലെങ്കിൽ ഫ്ലോറസെന്റ് ഓറഞ്ച് അങ്ങനത്തെ കളറിലുള്ള കൂളൻസ് ഉണ്ട്. അപ്പൊ ഈ കളറ് മാനുഫാക്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ മാനുഫാക്ചേഴ്സിന് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യണത് ഡൈസ് ഉപയോഗിച്ചാണ്. അപ്പൊ ഡൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല കളറിലുള്ള കൂളന്റ് തന്നെ സഹായിക്കും. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് അഡിക്റ്റീവ്സ് ആയിട്ട് നമ്മൾ കൂളന്റിൽ ചേർക്കണം. അപ്പോൾ ഇതെല്ലാവരും ഓർത്ത് വെക്കുക. അപ്പൊ ഇനി നിങ്ങൾ കൂളന്റ് ചേർക്കോ വെള്ളം ചേർക്കോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ ദയവ് ഇത് വെള്ളത്തിന് പകരം കൂളന്റ് ചേർക്കാൻ നോക്കുക. നിങ്ങളുടെ എഞ്ചിന്റെ ലൈഫ് സ്പാൻ കൂടാൻ വേണ്ടിയാണ് ഈ പറയണത്. മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം. നല്ലൊരു ദിവസം നേരുന്നു.